ഹലോ, ആരാ? ഉസ്താദ് ഉസ്മാൻ. എവിടുന്നാ? കമ്മിങ് ഫ്രം കുവൈറ്റ്. മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം ഏത് ഫ്ലാറ്റിലാണ് താമസം? മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം എന്നൊരാൾ ഇവിടെ താമസമില്ല. റോയിച്ച് എന്നൊരു സാറ് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മളാരാ? ഞാൻ മുകളിലത്തെ ഫ്ലാറ്റിലെ ഡ്രൈവറാ. ഡ്രൈവറാണല്ലേ? കൺട്രി ഫെലോ. എവിടുന്ന് കുറ്റിയും പഠിച്ച് വന്നടാ ഇതൊക്കെ? മിസ്റ്റർ റോയിച്ചൻ ഉണ്ടോ? ഉണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ഐ എം ഫ്രം കോട്ടയം. ആ, കയറിയിരിക്കും, വിളിക്കാം. താങ്ക് യു. മിസ്സിസ് ആണല്ലേ? നിങ്ങളുടെ മാരേജ് നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെൻ ഐ വാസ് ഇൻ കുവൈറ്റ്. എ സി ഇല്ലേ? ഫാനിടാം. എങ്ങനെ എ സി ഇല്ല നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു? ഐ കാൻ ബിലീവ് ഇറ്റ്. റോയിച്ച, ഉസ്മാൻ, താനും എത്തിയോ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രൈവർ ഉസ്മാൻ. നാട്ടിൽ ഇറച്ചിക്കാരൻ അന്ത്രുവിന്റെ മോൻ കുവൈത്തിലായിരുന്നു. അവിടുന്ന് തല്ലി പറഞ്ഞേച്ചാ. നോ ബുച്ചർ, ഐ എം ഓൺലി ഡ്രൈവർ. ഡോ ആദ്യം എന്താ മലയാളം മര്യാദക്ക് പറയാൻ നോക്ക്, എന്നിട്ടാവാ ഇംഗ്ലീഷ്. താനിവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി. സാർ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇറച്ചിക്കാരെന്നൊന്നും വിളിക്കരുത്. കോൾ മീ ഓൺലി ഡ്രൈവർ. അത് ന്യായം. വാ, വണ്ടി കാണിച്ചു തരാം. ഇതാ വണ്ടി. ഇത് സുസൂക്കി അല്ലേ? കുവൈത്തില് അറബികൾ 2 മെർസൈഡീസ് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണത്. വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. കൃഷ്ണ, ഇതാ നമ്മുടെ പുതിയ ഡ്രൈവർ. നിങ്ങൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാ? എന്നാ പിടി. ഡ്രൈവറാണല്ലേ? പൂവർ മാൻ. കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്ത് അവന്റെ പിള്ളേരെയും നോക്കി നടന്നിട്ട് നാട്ടിൽ വരുമ്പോ ഭാഷയും മാറും, എല്ലാരെയും കണ്ട ഒരു മാതിരി പുച്ഛു അല്ലേ? സോറി കൃഷ്ണ, കയ്യോട്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണ്ടല്ലേ ഇനി വരെ ഇവിടെ? ഹസ്സ എപ്പോ വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത്. റോയിച്ചിന് വലിയ ഇഷ്ടമായിരിക്കുക. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്കിൽ വരാനിരിക്കുക. ഇത്തവണ വരുമ്പോ 2 ബെഡ്റൂമിന് വെക്കാൻ സാനിയോട് 2 AC കൊണ്ടുവരാൻ എഴുതിയിട്ടുണ്ട്. അതേതായാലും നന്നായി. ബെഡ്റൂമിൽ നല്ല ചൂടാണ്. അയ്യോ, ഇവിടുത്തെ ബെഡ്റൂമിലേക്കല്ല, വീട്ടിലെ ബെഡ്റൂമിലേക്കാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് മിസസ് മേനോന്റെ ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ്. ആഹാ, മോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അയ്യോ, അസിന്റെ കോള് വരുന്ന സമയമായി. കോള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അസ് വറീഡാവും. അതാ പുള്ളിക്കാരൻ നേച്ചർ. ഞാൻ വരട്ടെ മോളെ? ആന്റി വരട്ടെ? എന്റെ കർത്താവേ, സഹിക്കത്തില്ല. എന്നാ കത്തിയാ? അപ്പോഴേ കുവൈറ്റ് ഉസ്താദിന് എന്നാ പണിയാണെന്നാ പറഞ്ഞേ? വെള്ളമടി. വെള്ളമടിയോ? അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ആര് പറഞ്ഞു? അവിടെ കൂടുതലും വെള്ളമടിക്കുന്നത് മലയാളികളാണല്ലോ. എത്ര പേരെ നമുക്കറിയാമെന്നറിയോ? നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരു 7-7:30 വരെ നിർത്താതെ ഒരേ അടിയാ. ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ? എന്ന് വെച്ച് അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ വെള്ളം അടിച്ചില്ലെങ്കിൽ അവന്മാർ എന്നെ എടുത്തിട്ട് അടിക്കും. ഇങ്ങനെ വെള്ളടിച്ചല്ലേ ഞാൻ സുക്കാ പൈൽവാനായി പോയത്. അതെന്താ നിങ്ങളെ കൊണ്ട് വെള്ളം അടിപ്പിക്കണമെന്ന് അറബികൾക്ക് ഇത്ര വാശി? വാശിയല്ല, നമ്മള് ടാങ്കറിൽ വെള്ളം കൊണ്ട് കൊടുത്താലല്ലേ അവർക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കിട്ടുള്ളൂ. ആഹാ, അപ്പോ ടാങ്കറിൽ വെള്ളം അടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? പിന്നല്ലാതെ. ഞാൻ വിചാരിച്ചു സ്മാൾ അടിക്കുന്ന കാര്യമാണെന്ന്. സ്മോൾ അതിയപ്പോ കാറാമല്ലേ? എടാ ഉസ്താദേ, നീ ആ റോട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തന്നെ. ഇവിടുത്തെ പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ, വെള്ളടിക്കാൻ വന്നതല്ല. നിന്നോട് വെള്ളടിക്കാനല്ലേ പറഞ്ഞേ? ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ കുവൈത്തിൽ ടാങ്കറിൽ വെള്ളം അടിച്ച് നടന്നവനാ. അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇനി ഇവിടുന്ന് വെള്ളടിക്കാൻ പറഞ്ഞാലോ അത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെത്താനെ പോയി കോരണം. ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരലും വിറകോട്ടിലും ഒക്കെ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നൊക്കെ ഇടപാടൊന്നും വിളിക്കുന്നത് എന്താണ്? ചെറുപ്പക്കാരായുള്ള നമ്മളോട് പറയും പോലെ പ്രായം ചെന്നവരോട് പറഞ്ഞ അവർക്ക് രസിക്കോ? ഊതരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും യൂണിയൻ അല്ലേ? വാടാ, ഞാൻ കളി പഠിപ്പിച്ചാരാടാ. എടാ, സർദാർജീനെ വരച്ച വരെ നിർത്തിയോടാ ഈ ഖത്രീന്. പിന്നെ 2 ചോട്ടകള് പാകല്ലോ. അതെന്നാ പറഞ്ഞിട്ട് പോയത്? നമുക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല,
നിങ്ങളുടെ വെള്ളക്കാ എന്താണ് കുത്ത് പാഹൽ തുമാരി മാഹേ ഓർ ഏക് ബാർ ബുളഹേത്തോ നിന്റെ പല്ലടിച്ചാൻ കൊഴിക്കും. എന്താണൊന്നും ഉണ്ടാത്തത്? കാണിച്ചാൽ ഞാൻ ये बुड्ढी हिंदी में गाली देता है धैर्य नहीं मलयालम बोलो हाँ, देखेगा बंदर बंदर की बच्ची कोरंगती കൊരങ്ങത്തി ഞാൻ വിളിച്ചോ അടിച്ചത് ശരിയാക്കണം. നീ എന്ത് മനസ്സിലാക്കി കുവൈത്തുള്ള ആയിരത്തിന് വിട്ടില്ല എന്റെ മാതാവേ എനിക്ക് വയ്യായേ, എന്റെ ഈശോ, എന്റെ അമ്മേ എനിക്ക് വയ്യേ. എടത്തിയേ പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇല്ല റോയി കുഞ്ഞെ, ഇതെന്നെയും കൊണ്ടേ പോവുള്ളെന്ന് തോന്നണേ. പേടിച്ച് പനി വന്നല്ലേ? ആ ഉസ്താദ് ആളാരാണെന്ന് അറിയാവോ? കുവൈത്തിൽ ഹിന്ദിയിലൊക്കെ കവിത എഴുതിയ ആളാ. അയാളോടൊക്കെ എന്തിനാ ഉടക്കാൻ പോകുന്നത്? മരുന്നല്ലോ വാങ്ങണം. എന്നത്തിനാ കുഞ്ഞെ? മരുന്നൊന്നും വേണ്ട. റോയി കുഞ്ഞിന്റെ കയ്യിൽ ബ്രാൻഡി ഇരിപ്പുണ്ടോ? എന്നാത്തിനാ? കുരുമള ഇട്ട് 2 പെഗടിച്ച ഒക്കെ അങ്ങ് മാറും. ആ ഫസ്റ്റ് മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? സാരമില്ല, കിടന്നട്ടെ, കൊണ്ടുതരാം. വേഗം കൊണ്ടുവന്നേ,